പ്രശസ്ത പ്രഭാഷകൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ അവിടുത്തെ ജനങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 200 രൂപ ഉയർത്തിക്കൊണ്ട് ആ സദസ്യരോട് ചോദിക്കുകയാണ്, ആർക്കാണ് ഈ 200 രൂപ വേണ്ടത്? ആ സദസ്സിലുള്ള മുഴുവൻ ആൾക്കാരും കൈപൊക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് വേണം, എനിക്ക് വേണം എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തമാശ രൂപേണ അദ്ദേഹം എന്താക്കി, അദ്ദേഹം ആ 200 രൂപ നിലത്തിട്ട് ചവിട്ടി അത് വല്ലാതെ അഴുക്കും ചളിയും ഒക്കെ ആക്കി. ശേഷം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ അടുത്ത ചോദ്യമാണ്, ആ 200 രൂപ ഉയർത്തിയിട്ട് ചോദിക്കുകയാണ്, ഇനി ആർക്കാണ് ഇത് വേണ്ടത്? അപ്പോൾ ആ സദസ്സിലുള്ള നേരത്തെ ആരൊക്കെ കൈ പൊക്കിയിട്ടുണ്ടോ അവരൊക്കെ വീണ്ടും ഉയർത്തി, എനിക്ക് വേണം, എനിക്ക് വേണം എന്ന്. അതിനുശേഷം ആ പ്രഭാഷകൻ ആ സദസ്സിലുള്ളവരോട് പറയുകയുണ്ടായി, നിങ്ങളുടെ ലൈഫിനും ഇതേപോലെയുള്ള മൂല്യമുണ്ട്. അതിനെന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, എന്തൊക്കെ ചെളിയായാലും, എന്തൊക്കെ അഴുക്ക് വന്നാലും അതൊക്കെ പൊടി തട്ടിക്കൊണ്ട് ചളി കഴുകിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കുന്നില്ലേ, നമുക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, നമുക്ക് ഉയരാൻ കഴിയില്ല, ഞാൻ പരാജിതനാണ് എന്നൊക്കെ ചിന്തിക്കുന്നില്ലേ? അത് ഇപ്പോൾ ഈ 200 രൂപയുടെ ചളി ആയതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ നമ്മുടെ ലൈഫിനുള്ളൂ. നമ്മളത് പൊടി തട്ടി കഴുകി കളഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. നമ്മുടെ വാല്യൂ നമുക്ക് തന്നെ ഉണ്ടാവും. കാരണം ആ 200 രൂപയുടെ വാല്യൂ ചെളിയായാലും നഷ്ടപ്പെടുന്നില്ല. അതേപോലെയാണ് നമ്മുടെ ലൈഫും. അതൊരിക്കലും നമ്മുടെ വാല്യൂ നഷ്ടപ്പെടുത്തുന്നില്ല. പക്ഷേ നമ്മൾ സ്വയം ചിന്തിച്ചു കൊണ്ടാണ് നമ്മൾ പരാജിതനാണ്, ഇനി എനിക്കാവില്ല എന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ലൈഫിന്റെ മൂല്യം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെളിയായാൽ കഴുകിക്കളയാനും അഴുക്കായാൽ തട്ടിക്കളയാനും നമ്മളെ കൊണ്ട് കഴിയണം. ഇനി എന്ത് പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും നമ്മൾ ഒരിക്കലും പരാജിതരാവരുത്. ആ 200 രൂപയുടെ മൂല്യം കാത്തു സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ ലൈഫിന്റെ മൂല്യവും നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം.